Prove that the arithmetic sequence with first term 1/3 and common difference 1/6 contains all natural numbers. അതായത് ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് 1/6ഉം ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെടുന്നെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം എന്താണ് 1/3, അതായത് x1 ആണല്ലോ ഫസ്റ്റ് ടേം. x1 = 1/3. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എന്താണ്? xn = an + b എന്ന ഫോമിലാണ് അല്ലേ, വേർ a and b ആർ ഫിക്സഡ് നമ്പർ. അപ്പോൾ ഈ n പകരം 1 കൊടുത്താൽ x1 കിട്ടുമല്ലോ, അപ്പോൾ n പകരം 1 കൊടുക്കുക. അപ്പോൾ x1 = a × 1 + b എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x1 നമുക്കറിയാം എന്താണ് 1/3 ആണ് അല്ലേ. 1/3 = a എന്ന് പറയുന്നത് എന്താ, കോമൺ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് 1/6 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്ക് പകരം 1/6 എന്ന് കൊടുക്കുക. അപ്പോൾ 1/6 × 1 എന്ന് വെച്ചാൽ 1/6 + b. അപ്പോൾ ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 1/6 ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ +1/6 ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1/6 ആകും. സോ 1/3 - 1/6 = b. ഓക്കെ, 1/3 - 1/6 എത്രയാണ്? അതിന് വേണ്ടിയിട്ട് നമുക്കത് 1ഉം 6ഉം മൾട്ടിപ്പിൾ, 1 × 6 6, പിന്നെ 1 × 3 നടുക്കുള്ള സൈന് മൈനസ്, പിന്നെ 1 × 3 3 ബൈ ഡിനോമിനേറ്ററിൽ 3 × 6. ഓക്കെ, അതായത് 1 × 6 6, നടുക്കുള്ള സൈന് മൈനസ്, പിന്നെ 3 × 1 3 ബൈ ഡിനോമിനേറ്ററിൽ 3 × 6 = b. ഓക്കെ, അപ്പോൾ 6 - 3 3 ആണ്. 3/3 × 6 = b. 3 നമുക്ക് 3 × 1 എന്ന് കൊടുക്കാമല്ലോ, കാരണം 3 × 1 എന്ന് വെച്ചാൽ 3 തന്നെയാണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 3യും ഡിനോമിനേറ്ററിലെ 3യും ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ള 1/6 ആണല്ലേ. അപ്പോൾ 1/6 = b. ബിയുടെ വാല്യൂ 1/6 ആണ്. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്താണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ? xn = an + b എന്ന ഫോമിലായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കണ്ടു, കോമൺ ഡിഫറൻസ് ആണ് a എന്ന് പറഞ്ഞാൽ, അത് 1/6 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ xn = 1/6n + b എത്രയുടെ, ബിയും 1/6 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ 1/6n നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിൽ 1 അല്ലേ, അപ്പോൾ 1 × n, അതായത് n അല്ലേ, n/6 + 1/6 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് xn = രണ്ട് ഫ്രാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം? ഇതിൻ്റെ ഡിനോമിനേറ്റർ, ഈ രണ്ട് ഫ്രാക്ഷൻ n/6 എന്ന ഫ്രാക്ഷൻ്റെയും 1/6 എന്ന ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ 6 തന്നെയാണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ എന്താണ്, n + 1 അല്ലേ. ഓക്കെ, അപ്പോൾ xn എന്ന് പറയുന്നത് n + 1/6 ആണ്. അപ്പോൾ ഈ xn എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യണം? നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതായത് 1 2 3 4 5 6 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ xn നാച്ചുറൽ നമ്പേഴ്സ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ ഡിനോമിനേറ്റർ 6 അല്ലേ. അപ്പോൾ ഈ n + 1 എന്താവണം? 6ൻ്റെ മൾട്ടിപ്പിൾ ആവണം അല്ലേ. ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ആവണം n + 1 അല്ലേ. എന്നാലല്ലേ ഈ n + 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമലോ ഫ്രാക്ഷൻസോ ആവരുതെങ്കിൽ എന്താണ്, ന്യൂമറേറ്റർ 6ൻ്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? xn = നാച്ചുറൽ നമ്പേഴ്സ് ഇഫ് n + 1 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 6. n + 1 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. n + 1 = മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ n എന്തായിരിക്കും? n ആണെങ്കിൽ ഇവിടെ 1നെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ +1നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആകും അല്ലേ. സോ n = മൾട്ടിപ്പിൾ ഓഫ് 6 -1 ആണ്. അപ്പോൾ xn = നാച്ചുറൽ നമ്പേഴ്സ് ഇഫ് n ഈസ് മൾട്ടിപ്പിൾ ഓഫ് 6 - 1 എന്നാണ് അതിൻ്റെ അർത്ഥം. Okay, that is xn = natural number if n is multiple of 6 - 1. എന്താ multiple of 6 എന്തൊക്കെയാണ് നമുക്കറിയാം? 6 × 1 6, 6 × 2 12, 6 × 3 18 എക്സെട്ര അല്ലേ. ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 6 അല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഓഫ് 6 -1 എന്ന് പറയുമ്പോൾ എല്ലാത്തിൽ നിന്നും 1 മൈനസ് ചെയ്യുക അല്ലേ. 6 - 1, 12 - 1, 18 - 1 എക്സെട്ര അങ്ങനെ പോകും അല്ലേ. ദാറ്റ് ഈസ് xn = നാച്ചുറൽ നമ്പർ if
n is 6 minus 1 and the 5, 12 minus 1 and the 11, 18 minus 1 and the 17, etc. അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ് 5, 11, 17 എക്സെട്ര ഒക്കെ ആകുമ്പോൾ എക്സ് എൻ എന്ത് കിട്ടും? നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ഇഫ് എൻ ഈസ് ഈക്വൽ ടു 5, അത് എന്നിൻ്റെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. 5 ഇട്ട് കൊടുക്കുക, എൻ ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എക്സ് എൻ എന്താണ്? n+1/6 ആയിരുന്നല്ലോ നമ്മൾ കണ്ടല്ലോ. എക്സ് എൻ ഈസ് ഈക്വൽ ടു n+1/6 ആണ് അല്ലേ? അപ്പോൾ എന്നിന് 5 ഇട്ട് കൊടുത്താൽ 5+1/6 അത് എത്രയാണ്? 5+1 6 അല്ലേ? അപ്പോൾ 6/6 1 കിട്ടി അല്ലേ? അതേപോലെ ഇഫ് എൻ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? 11, അടുത്ത വാല്യൂ 11 ആണ്. അപ്പോൾ എക്സ് എൻ എന്താണ്? n+1/6 അല്ലേ? അപ്പോൾ എന്നിന് 11 കൊടുത്താൽ 11+1/6, അതായത് 11 + 1 12, 12/6 അത് എത്രയാണ്? 2 എന്ന് കിട്ടി അല്ലേ? ആദ്യം നാച്ചുറൽ നമ്പർ 1 കിട്ടി, അടുത്ത നാച്ചുറൽ നമ്പർ 2 കിട്ടി. അതേപോലെ എന്നിന് എന്ത് ഇട്ട് കൊടുക്കാം? 17 ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത നാച്ചുറൽ നമ്പർ എന്ത് കിട്ടും? 3 കിട്ടും. ഓക്കെ, ഹെൻസ് ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. അതായത് അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 1/3യും കോമൺ ഡിഫറൻസ് 2/3 ആണെങ്കിൽ ആ സീക്വൻസിലെ എല്ലാ ഓഡ് നമ്പേഴ്സും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഈവൻ നമ്പർ ഒന്നും ഉൾപ്പെടുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1/3 ആണ് തന്നിട്ടുണ്ട്, അതായത് x1 എന്താണ്? 1/3 ആണ്. അപ്പോൾ ആൾജിബ്രിക് ഫോം എന്തായിരിക്കും? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ആൾജിബ്രിക് ഫോം എങ്ങനെയായിരിക്കും? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന ഫോമിലായിരിക്കും, വേർ എ ആൻഡ് ബി ആർ ഫിക്സഡ് നമ്പർ. അപ്പോൾ എന്നിന് പകരം നമ്മൾ 1 ഇട്ട് കൊടുത്താൽ x1 കിട്ടുമല്ലോ. അപ്പോൾ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കുക. x1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി. ഓക്കെ, അപ്പോൾ x1 നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 1/3 ആണ് അല്ലേ? അപ്പോൾ 1/3 ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? കാരണം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 2/3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്ക് പകരം 2/3 എന്ന് കൊടുക്കാം. 2/3 × 1 എന്ന് വെച്ചാൽ 2/3 തന്നെ. ഓക്കെ, പ്ലസ് ബി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 2/3 ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 2/3 =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -2/3 ആകും. സോ 1/3 - 2/3 ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, 1/3 - 2/3 എന്ന് വെച്ചാൽ രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ മൈനസ് ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ? എന്താ? 3 തന്നെയാണ്. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് ആൻസറിൽ വരിക. ന്യൂമറേറ്ററിൽ എന്ത് വരും? ന്യൂമറേറ്ററിൽ എന്തൊക്കെയാണ്? 1ഉം -2ഉം അല്ലേ? അപ്പോൾ 1 - 2 എന്ന് എഴുതുമ്പോൾ ഈക്വൽ ടു ബി. 1 - 2 എന്താണ്? 2 - 1 1 ആണ്. അപ്പോൾ 1 - 2 -1 ആയിരിക്കും. ഓക്കെ, -1/3 ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് -1/3 എന്ന് കിട്ടി. എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 2/3 ആണ്. ഓക്കെ, അപ്പോൾ ആൾജിബ്രിക് ഫോം എന്തായിരിക്കും? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി അല്ലായിരുന്നു. എ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് 2/3 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 2/3 എൻ പ്ലസ് ബി. ബി എന്താ? -3 ആണ് അല്ലേ? അപ്പോൾ -3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 എൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമറേറ്ററിൽ 2ഉം n ഉണ്ട്. അപ്പോൾ 2 × n 2n അല്ലേ? 2n/3 - 1/3 എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും 2n/3 എന്ന ഫ്രാക്ഷൻ്റെയും 1/3 എന്ന ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, രണ്ട് 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം, ഡിനോമിനേറ്റർ 3 എഴുതാം, ന്യൂമറേറ്ററിൽ എന്താണ്? 2n - 1. ഓക്കെ, n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? അതായത് 1 2 3 4 എക്സെട്ര ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, 2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2n എന്ന് പറഞ്ഞാൽ ഈ 1 2 3 4 ഇല്ല, അതിനൊക്കെ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2 ആണ്, 2 × 2 4 ആണ്, അടുത്ത് 3 × 2 6 ആണ്, 4 × 2 8 ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്?
2n എന്ന് പറഞ്ഞാൽ എന്താ 2 4 6 8 അതായത് ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ എല്ലാ ഈവൻ നമ്പേഴ്സും ഉണ്ട് ഇനി 2n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 2n നമ്മൾ കണ്ടത് 2 4 6 8 ആണ് അപ്പം 2n മൈനസ് 1 എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും 1 മൈനസ് ചെയ്യുക 2 മൈനസ് 1 എന്താ 1 4 മൈനസ് 1 എന്താ 3 6 മൈനസ് 1 എന്താ 5 8 മൈനസ് 1 എന്താ 7 അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് 1 3 5 7 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ 2n മൈനസ് 1 എന്താവുള്ളൂ ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ സോ 2n മൈനസ് 1 കണ്ടെയ്ൻസ് ഓൺലി ഓഡ് നമ്പേഴ്സ് xn എന്ത് ഓഡ് നമ്പേഴ്സേ ആവുള്ളൂ കാരണം ഡിനോമിനേറ്ററിൽ 3 ആണ് അപ്പോൾ ന്യൂമറേറ്ററിൽ ഓഡ് നമ്പറേ ഉള്ളൂ അപ്പോൾ ഓഡ് നമ്പർ ബൈ 3 എന്ന് പറഞ്ഞാൽ 3 ഒരു ഓഡ് നമ്പർ ആണല്ലോ അപ്പോൾ ഓഡ് നമ്പർ ബൈ ഓഡ് നമ്പർ എന്താണ് എപ്പോഴും ഓഡ് നമ്പർ തന്നെ ആവുള്ളൂ xn is equal to 2n minus 1 by 3 എന്ന് പറഞ്ഞാൽ 2n minus 1 എന്താണ് ഓഡ് നമ്പർ ആണ് 3 എന്താണ് ഓഡ് നമ്പർ ആണ് അല്ലേ അപ്പോൾ ഒരു ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ ഓഡ് നമ്പേഴ്സേ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ 2n മൈനസ് 1 ബൈ 3 എന്ന് വെച്ചാൽ എന്താ ഓഡ് നമ്പർ ബൈ ഓഡ് നമ്പർ എന്ന ഫോമിലാണ് അല്ലേ 2n മൈനസ് 1 ഓഡ് നമ്പർ ആണ് 3 ഓഡ് നമ്പർ ആണ് അപ്പോൾ ഓഡ് നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഓഡ് നമ്പറേ കിട്ടുള്ളൂ അല്ലേ സോ xn കണ്ടെയ്ൻസ് ഓൺലി ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ഇതിനകത്ത് വരുന്നില്ല ഓക്കെ